the previous Wednesday, we were talking about different terms that is used for praise. So സ്തുതിക്കുക എന്നതിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ച പല വാക്കുകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. Just to list them for you as we move forward. One is called barak. അതായത് you kneel before God and then bless or salute God. So ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. മറ്റൊരെണ്ണം നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്, ഓഫ് കോഴ്സ് ഹലാൽ ഓർ ഹല്ലേലൂയ. നമ്മളതിനകത്ത് ഇറ്റ് ഈസ് ഇൻ എവറി ലാംഗ്വേജ് ഇസ് ജസ്റ്റ് ദ സെയിം. It's to boast, to brag on, make a show of, even of looking so ridiculous. Then another one is tahila. പരപ്രേരണ കൂടാതെ ദൈവസന്നിധിയിൽ അന്തരാത്മാവിൽ നിന്നുള്ള ഒരു പാട്ട്, അന്തരാത്മാവിൽ നിന്നുള്ള സ്തുതി എന്നൊക്കെയാണ് അതിനർത്ഥമാകുന്നത്. ഷബാക്ക് എന്ന് പറയുന്നത് give glory, triumph or praise, address in loud tone. So നല്ല ഉറക്കെ ശബ്ദത്തോടുകൂടി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു കാര്യം. ടോഡ offers thanks for what God is doing or what God has actually done. Yada is actually raising of extending of our hands. നമ്മുടെ കരങ്ങളെ ദൈവത്തിൽ ഉയർത്തി, കരങ്ങളെ മലർത്തി, കരങ്ങളെ ഉയർത്തി. There's so many ways of using hands. നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കഴിക്കുക. The last one is zamar. To make music, instrumental or stringed instrumental praise. Touch the strings or pluck the strings എന്നൊക്കെ വേണേ അർത്ഥമാകും. അപ്പം ദൈവത്തെ സ്തുതിക്കാനായിട്ട് ധാരാളം വഴികൾ പഴയ നിയമത്തിൽ നമ്മൾ കാണും. There are so many different ways to praise God. അപ്പൊ നമ്മൾ കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് പ്രസാദമാണെങ്കിൽ, if people understand, of kneeling down with those people who can, it's very important, and something that is a song coming out of your heart. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിക്കൊണ്ട് എന്നൊക്കെ നമ്മൾ making songs in your heart or singing in your heart. കരങ്ങളെ ഉയർത്തി, those people are playing instruments not to please people, not to show their skill, but even that playing can be a worship to God. All has to do with our heart's attitude. നമ്മുടെ ഹൃദയം ദൈവത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള വിഷയം. Okay, I want to move on to something very connected to praise. നമ്മൾ ഈ 149 സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം, Psalms 149 verse number 6, ഇങ്ങനെയാ വായിക്കുന്നത്. Let high praises of God be in their mouth and a two-edged sword in their hand. അവരുടെ വായിൽ ദൈവത്തിന് പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുടെ വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന്. So this is another thing called high praises. High praises. There's only one reference to high praises in the Bible. എന്നാൽ അതൊരു സ്പിരിച്വൽ വെപ്പണാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മറന്നു പോകരുത്. The Hebrew word that is used here, it implies a strong, passionate expression of praise, not just casual mention. So, strong, passionate expression of praise. അപ്പം let the high praises of God be in their mouth. അപ്പം വെറും പ്രൈസസ് അല്ല, ചുമ്മാതെ പറയുന്ന ഒരു കാര്യമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹൈ പ്രൈസസ് ഓഫ് ഗോഡ്. മലയാള ട്രാൻസ്ലേഷന് അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ച, അത് ശരിയായിട്ടത് ക്യാപ്ചർ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ബട്ട് എങ്കിൽ തന്നെ I want us to understand. Exuberant, loud, elevated praise given to God, signifying a deep and fervent expression of adoration that goes beyond mere words,
വാക്കുകൾക്ക് അതീതമായി ദൈവത്തോട് പ്രകടിപ്പിക്കുന്ന ഒരു സ്തുതി, ഒരു നന്ദി പ്രകടനം. Essentially meaning to exalt God with utmost reverence and enthusiasm. അപ്പൊ അതിനകത്ത് ഒരു enthusiasm ഉണ്ട്, അതിനകത്തൊരു ബഹുമാനമുണ്ട്, അതിനകത്തൊരു ആവേശമുണ്ട്. സോ ഇതെല്ലാം കൂടെ കപ്പിൾ ചെയ്ത് വേണം നമ്മൾ ആ വാക്ക് മനസ്സിലാക്കാൻ. ആ സ്തോത്രം, ആ സ്തുതി എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് പറയുന്നത് നമ്മുടെ ചെവി പോലും കേൾക്കാതെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാറില്ല. Sometimes you speak from your mouth, your own ears cannot hear it. Very shallow ആയിട്ട് നമ്മൾ പറയാറുണ്ട്. See, that's not the kind of praise God is looking for. അപ്പൊ ഇവിടെ പറയുന്നത് an exuberant, loud, elevated praise given to God, signifying a deep and fervent expression of adoration that goes beyond mere words. വാക്കുകൾക്ക് അപ്പുറത്തായിട്ടുള്ള ദൈവത്തോടുള്ള ഒരു ആദരവിൽ നമ്മൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. Amen. അവിടെ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ you understand words, understand the meaning of this expression in the light of that particular verse. അവിടെ യോജിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പറയുന്നു, ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനാണ് ഈ വായിൽ പുകഴ്ച. This high praises, this type of praise actually releases vengeance and punishment on the powers of darkness. So അന്ധകാര ശക്തികളിന്മേൽ vengeance and punishment, ശിക്ഷ നടത്തുവാൻ, പ്രഹരമേൽപ്പിക്കുവാൻ ആണ് ഇതുപോലെയുള്ള ഹൈ പ്രൈസസ്. Amen. അപ്പം ചൊവ്വനെ വാതുറന്ന് ശബ്ദം ഉണ്ടാക്കി ദൈവത്തിനൊരു ഹൃദയത്തിന്റെ അകത്തു നിന്ന് ശബ്ദത്തോടുകൂടി ഒരു സ്തോത്രം പറയുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ഭയങ്കര ശക്തി ഉണ്ടെന്നുള്ള കാര്യം ആരും മറക്കരുത്. പിന്നെ സമയോചിതമായിട്ടും കാലം സ്ഥലമൊക്കെ നോക്കി നിങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. But I'm saying that it has to really come from your heart. നമ്മുടെ ആളുകൾക്ക്, I think our people have such a problem with this kind of praise. This praise is actually a weapon against God haters, against the haters of the Lord. So ദൈവത്തെ വെറുക്കുന്നവർക്കെതിരെ അയച്ചുവിടുന്ന ഒരു ശിക്ഷ എന്ന് വേണേൽ പറയാം ആണ് ഈ സ്തോത്രം. ഒരു ആയുധമായി. When you are surrounded by people who hate God, this is the praise that needs it. That's what, especially in the Old Testament, this is very important. When you read the people of Israel coming back from exile, നമുക്കറിയാം സെരുബാബേലിന്റെ നേതൃത്വത്തിലും പിന്നീട് എസ്രായുടെ നേതൃത്വത്തിലും there are people coming back. And they came and they were laying the foundations of the temple. Because there was a temple there that was destroyed. അപ്പൊ തിരിച്ചു വന്ന് ഇവര് ആ പഴയ ദേവാലയം പുതിയ പണിതുകൊണ്ടിരിക്കുക ആ സ്ഥലത്ത്. They were building the temple. അവിടെ പറഞ്ഞിരിക്കുന്നു, you can hear a group of people crying loud, and there was a group of people were just shouting praises to God, and the voice, the noise അവിടെ എഴുതിക്കുന്നു, അവരുടെ ഘോഷം ബഹുദൂരം കേട്ടതാണ്. They didn't have loudspeakers those days, but they were just praising God. They were excited. അവർ ഭയങ്കര ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കുക. Amen. നമ്മളിന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുക എന്നൊക്കെ പറയുന്നു. എന്തിനാ അത്ര ശബ്ദം വെച്ച് ആരാധിക്കുന്നത്? I'm not saying that there are times, there are seasons, there are stages. നമ്മൾ appropriate ആയിട്ട് ആണെങ്കിലും there should be times that we should open up our heart and just begin to praise Him. അതിനകത്തൂടെ വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തി. It's a weapon against the haters of the Lord. Amen. So ആ വാക്യം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, there are different levels of praise. So ദൈവത്തെ സ്തുതിക്കുന്നതിന് പല തട്ടുകളുണ്ട്, ലെവലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. We can ascend in praise. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് സ്തുതിയിൽ ഉയരാനായിട്ട് we can ascend.
You know, you can stay on the bottom level. ആരാധനയിൽ സ്തുതിയിൽ നമുക്ക് അവിടെ വേണം നിൽക്കാം. But you can actually praise God and then go up in a level. You can ascend. You can just climb up. We can praise. And high praise is also a reference to praise in heaven. So സ്വർഗത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള സ്തുതിയെ അതിനുള്ള റെഫറൻസും കൂടിയായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. Psalms 148 verse number 1 ഇങ്ങനെ വായിക്കുന്നു. We can, it says that we can praise in the heights. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. Praise the Lord from the heavens, praise him in the heights. Okay, ഇവിടെ പറയാണ് praise him in the heights. And ഇവിടെ നമ്മുടെ ആ സ്തുതി ഒരു ഉയരത്തിലേക്ക് പോയ into the region of the angels, to the sphere of the angels. So angels are connected to this kind of praise. അതുകൊണ്ടാണ് പറയുന്നത് ഉന്നതങ്ങൾ സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. Okay, so praise him from the heavens, praise him in the heights. So there's some connection to the praise that is really coming, arising from the heavens or from the angelic folks. So angels are connected to this. നമ്മൾ 142 വാക്യത്തിൽ പറയുന്നു, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. Praise him all his angels, praise him all his hosts. Amen. So we can, what we say prophetically, enter into this high praise. അതിന്റെ എക്സാക്ട് മലയാളം വേർഡ് ഞാൻ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ആ ഒരു ചുമ്മാ പ്രൈസ്, നമ്മൾ പറഞ്ഞ ഹൈ എൻഡ് തിങ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ല, ഹൈ എൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ഹൈ എൻഡ് പ്രൈസ്. ആമേൻ. ഒരു താഴ്ന്ന സാധാരണ ലെവലല്ല, ദിസ് ഈസ് എൻ എലിവേറ്റഡ് ലെവൽ ഓഫ് പ്രൈസിങ് ഗാഡ്. So when we praise on earth, okay, when our praise on earth is harmonizing, okay, by releasing God's judgment against Satan's kingdom. So ആ പ്രാർത്ഥനയിൽ ഒരു ദൈവമായിട്ട് സ്വർഗമായിട്ട് ഒരു ഹാർമണിയിലേക്ക് വരുമ്പോൾ ശത്രുവിനെതിരെ ഒരു വെപ്പൺ ഈസ് ബീങ് റിലീസ്ഡ്, ജഡ്ജ്മെന്റ് ഈസ് ബീങ് റിലീസ്. നമ്മുടെ സ്തുതിക്കകത്ത് ഭയങ്കര ശക്തിയുണ്ട്, അതിനകത്തൊരു ഡൈനമൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും വായിക്കോട്ട വിട്ടുകൊണ്ട് സ്തുതിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ വി ജസ്റ്റ് നീഡ് ടു ഗിവ് എ വെരി ബെസ്റ്റ് ഓഫറിംഗ്, ആദരഫലം എന്ന സ്തോത്രയാഗം. Always remember it is an offering that we are giving to the Lord as we praise him. Amen. ഈ യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, Isaiah 25 verse number 7 ഇങ്ങനെ വായിക്കുന്നുണ്ട്, and he will swallow up on this mountain the covering that is cast over all people, the veil that is spread over all the nations. ഇങ്ങനെ സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. Sometimes people put a covering, a blind, a veil over the people, veil over families, veil over a city or a nation. When we begin to praise God, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ മേൽ കിടക്കുന്ന ആ മൂടുപടം അതിനെ മാറ്റുവാൻ കഴിയുന്ന praises needs to rise up. It is powerful. It becomes a weapon. Amen. So that is called high praises. Amen. That is another weapon that God's people we need to use in spiritual battle. As we also look into the scripture, നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. It is called mighty thunderings. Mighty thunderings. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 19 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ,
സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കും. Just pay attention to that. Then I heard what seemed to be the voice of great multitude, like the roar of the many waters, and like the sound of mighty peals of thunder, crying out, Hallelujah, for the Lord our God, the Almighty reigns. അപ്പൊ അവിടെ ആ thunder is always loud. ഇടിമുഴക്കം പോലെ ഉള്ള ആഘോഷം, ഇടിമുഴക്കം പോലെയുള്ള ഹല്ലേലൂയ, ആമേൻ, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. Praise in heaven is like mighty thundering. So സ്വർഗത്തിലെ സ്തോത്രവും സ്തുതി എന്ന് പറയുന്നത് ഇടിമുഴങ്ങുന്നവൻ. Amen. Praise God. We need to learn things from the Bible. We need to learn things from praise and worship in the scripture. Amen. ആലയത്തിലൊക്കെ വന്ന് നമ്മൾ വന്നിരുന്ന പലപ്പോഴും എനിക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്. ഒരിക്കലും എൻഗേജ് ചെയ്യാതിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഈ ആരാധനയിൽ. ഒത്തിരി പേര് അവർക്ക് വന്നിരിക്കുക അങ്ങോട്ട് നോക്കുന്നവരുണ്ട്, ബ്രദറെ ഇങ്ങോട്ട് നോക്കുന്നു. അവരിവിടൊന്നും അല്ല, ഒരു ആരാധനയില്. ബട്ട് ഇറ്റ്സ് സോ സാഡ്. ആപ്പാട് ഇത്രേ സമയമുള്ളൂ. ആപ്പാട് ഒരു പക്ഷേ ഒരാഴ്ചയിൽ ചൊവ്വനെ ഒന്ന് ഫോക്കസ് ചെയ്ത് ആരാധിക്കുന്ന സമയം എത്ര ഉള്ളായിരിക്കും. ബട്ട് ഈവൻ ദെൻ വെൻ യു കം to the house of God, you're simply not able to worship God. ഒരു നല്ല ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേട്ടാൽ ഒരു സ്തോത്രം പറയാൻ വാവിളിക്കത്തില്ല. അതിലൊരു പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഒരു ലൈൻ നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് കര ഉയർത്തി ഒന്ന് സ്തോത്രം പറയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. God is calling us to worship him. Heaven, സ്വർഗത്തിലെ സകലതും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയൊക്കെയാണ്. Mighty, rushing of the mighty waters. I mean, heaven's not going to be just a lonely place, a quiet place. It's a place of worship that is really going on. People are excited in heaven. So the thunder represents the power and the glory of God. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും. ഓക്കെ, നമ്മള് സങ്കീർത്തനം is filled with worship. 29 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, Psalms 29 and verse number 9, അവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്, the God of glory thunders. അല്ലയോ, the God of glory actually thunders എന്നവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയുടെ ശബ്ദം തന്നെ വെള്ളത്തിനു മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിനു മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. The voice of the Lord is over the waters. The God of glory thunders, the Lord over many waters. അവിടെ ദൈവത്തിന്റെ ശബ്ദത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, mighty thundering voice of God. Listen, our praises becomes like thunder when the God of glory comes into our midst. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കിക്കോളും. Just remember that. God will shout. God, the voice of the Lord is over the waters. The God of glory thunders. The Lord over many waters. കർത്താവ് അവിടെ ഇടിമുഴക്കുക, കർത്താവ് ശബ്ദം ഉണ്ടാക്കുക. Amen. See, what happens? Our voice becomes like thunder when the God of glory comes into our midst. So മഹത്വത്തിന്റെ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ, hallelujah, when God thunders in our midst, great deliverance occurs. Amen. നമ്മുടെ മധ്യത്തിൽ ദൈവം തണ്ടർ ചെയ്യണം, നമ്മുടെ മധ്യത്തിൽ ദൈവം ഇടിമുടക്കണം, നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങണം. hallelujah. അത് നമ്മുടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ദൈവം തണ്ടർ ചെയ്യുന്നു. Amen. നമ്മള് 18-ാമത്തെ സങ്കീർത്തനത്തില് Psalms 18, from 13 through 17, ആ പോർഷൻ നമ്മൾ വായിക്കുമ്പോഴത്തേക്കിന് it really speaks about deliverances that happens when God thunders. Okay, ദൈവം ഇടി മുഴക്കുമ്പോൾ, ദൈവം ശബ്ദം ഉണ്ടാക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കാറുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്നത്, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്നെ നാദം കേൾപ്പിച്ചു, ആലിപ്പഴവും തീക്കല്ലിനും പൊഴിഞ്ഞു, അവൻ അസ്ത്രം എയ്തു അവരെ ചിതറിച്ചു, മിന്നലയച്ചു അവരെ തോൽപ്പിച്ചു.
യഹോവേ, നിന്റെ ഭത്സനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായി. ഇപ്പൊ നമ്മുടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, എന്നെക്കാൾ ബലം. പീപ്പിൾ ഹു ആർ മൈറ്റിയർ ദാൻ മീ, they were surrounding me, but God thundered for me. ദൈവം എനിക്ക് വേണ്ടി ഇടിമുഴക്കി. ദൈവം എനിക്ക് New Living Translation വാക്യം, the Lord thundered from heaven. The voice of the Most High resounded amid the hail and the burning coals. He shot his arrows and scattered his enemies. Great balls of lightning flashed, and they were confused. Then at your command, O Lord, at the blast of your breath, the bottom of the sea could be seen. The foundations of the earth were laid bare. He reached down from heaven, rescued me. He drew me out of deep waters. He rescued me from my powerful enemies, from those who hated me, were too strong for me. So David പറയാ, എനിക്ക് വേണ്ടി തമ്പുരാൻ ഇടിമുഴക്കി ശബ്ദം ഉണ്ടാക്കി ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ച ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കേട്ട് നോക്കി. It's a presence of God. So we can be delivered from strong enemies. നമുക്ക് ശത്രു തോന്നി ഭയങ്കരമായി നമുക്ക് പിടിക്കാൻ കഴിയത്തില്ല, നമുക്ക് ഒതുക്കാൻ കഴിയത്തില്ല. Something that you feel like you cannot subdue. The enemy is so powerful and so strong. But I tell you, praise us just by praising God, inviting the presence of God. When God comes, when he comes and sits on your praises, God is enthroned on the praises of his people. Amen. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന സമയത്ത് തന്നെ there are instruments that make sound louder. Thunderous praises can be accompanied by thunderous music. So music was so much part of the people of the Old Testament and their worship. So we should not be afraid to enter into that kind of a worship. Great power is released when our praises become thunderous. Okay? നമ്മളത് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി, ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. It is coming from a heart. നമ്മളൊരു സ്റ്റേഡിയത്തിലൊക്കെ ചെന്നേച്ച്, just imagine. I remember as a young guy, watching the cricket match between, because രണ്ട് ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇന്ത്യ പാകിസ്ഥാൻ. ഇന്ത്യയുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ, and I remember probably not everybody had good televisions in their home. So we will all kind of gather in probably one of our friends' home and watch this television. അപ്പം അവസാന പോയിന്റിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് probably then couple of balls left and then so much of runs are really needed. ഞാൻ വിചാരിക്കുന്നത് ഒരാൾ വന്നു വെച്ച്, because back in those days it was people like Ravi Shastri. One time he എല്ലാം 6 അടിച്ച് ഒരു ദിവസമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. I remember that. അവിടുന്ന് ആളുകളെ ശബ്ദം ഉണ്ടാക്കി ആ കര മുഴുവൻ ഇളകുന്ന രവി. I think the entire neighborhood was shaking. I mean, that is just what, just for an Indian team, how people got so excited. And what did we get? Nothing. We didn't get anything. We lost the energy. Of course, India won. That's the only thing. We didn't get to see anything. We didn't touch the cup. The players made the money. But here on the other side, God who has given us victory, God who rescued us, God who put us on a path to salvation, to heaven, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നമ്മുടെ കർത്താവ് ജയവീരനായി വരുമ്പോൾ, ആ കർത്താവിനെ ഹൃദയത്തിൽ നിന്ന് സ്തുതിക്കുമ്പോൾ അത് നമുക്ക് ബലമായിട്ട് മാറും. നമ്മുടെ ശത്രുക്കളെ തമ്പുരാൻ ഒതുക്കുന്നു. Hallelujah. Let it come. Let us be excited about God. Praise God. Hallelujah. So don't be afraid. ആരാധനയ്ക്കൊക്കെ വരുമ്പോഴത്തേന് പാസ്റ്റർമാരിതൊക്കെ പറയുന്നതിന് ഒരു സങ്കടമാണ്. സഹോദരന്മാർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത് പറയുമ്പോഴും വലിയ പാടാം അല്ലേ? ചില പറയും നമുക്ക് എല്ലാവർക്കും നമ്മുടെ വാ തുറന്ന് 3 ഹല്ലേലൂയ പറയാം. അത് ആദ്യത്തെ ഹല്ലേലൂയ സ്ട്രോങ് ആയിരിക്കും, രണ്ടാമതായാലും മൂന്നാമത് മുഴുവൻ കാറ്റും പോകും.
It's so sad. It is really sad. മൂന്നെണ്ണം പറയാൻ നമുക്ക്. We can't even say 3 hallelujahs strong. ഒന്നുമില്ല. But do we really want to see deliverance? We need to praise God. We need to really praise God. Hallelujah. So we cannot be afraid to enter into this realm. We must worship God. Okay. So God thunders upon his enemies. നമ്മൾ ഈ ശമൂവേൽ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 Samuel chapter 7 verse 10. Just reading some of the Old Testament passages so that we will get some idea. Just as Samuel was sacrificing the burnt offering. ശ്രദ്ധിച്ചോണേ, ശമൂവേൽ ഇവിടെ യോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം. So it's a worship time. Just imagine that. The Philistines arrived to attack Israel. So ഫെലിസ്ത്യര് ഇസ്രായേലിനോട് പടക്കടുത്തു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. Okay. But the Lord spoke with a mighty voice of thunder from the heaven that day. And the Philistines were thrown into such a confusion that the Israelites defeated them. യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. Amen. Lord thundered with mighty sound that day against the Philistines and threw them into confusion. They were defeated before Israel. So that's what really happens when God thunders. Amen. So this kind of confused the enemy. See, enemy ka confusion aayipoyi. So we also will experience greater victories as we go for thunderous praise. അപ്പം ദൈവത്തിന് വാതുറന്നൊരു സ്തോത്രം പറയുന്നതിൽ സന്തോഷിക്കും. There's nothing wrong. Amen. There may be moments, you just have, നമ്മളെല്ലാവരും സെൻസിറ്റീവ് at times ആയിരിക്കണം. I'm not saying വന്നിരിക്കുന്നതുകൊണ്ട് അവസാനം വരെ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. But there are times that we all can participate. There are times that we can be jubilant. There are times that we can break forth in worship. ഈ ദിവസങ്ങളിൽ അതൊക്കെ ഒന്ന് സംഭവിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. Amen. So we are looking at high praise, okay, mighty thunderings. ഇതൊക്കെ പ്രൈസിന്റെ കാറ്റഗറിയിൽ വരുന്ന ചില ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഈ 68-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. The earth shook. This is 68 verse 8. Psalm 68 verse 8. The earth shook. The heavens also dropped rain at the presence of God. Heavens also dropped rain at the presence of God. Sinai itself was moved at the presence of God, the God of Israel. ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സിനായ് ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന് മുമ്പിൽ കുലുങ്ങിപ്പോയി. Word translation: the earth trembled and the heavens poured down rain before you, the God of Sinai, before the God of Israel. അവിടെ the earth shook and the heavens also dropped. അവിടെ dropped അല്ലെങ്കിൽ poured, പൊഴിച്ചു എന്നുള്ള ആ ഭാഗം, പൊഴിച്ചു എന്നുള്ള ആ വാക്ക്, dropped or poured. This verse that we have in the Hebrew word is nataf. Nataf meaning to drop, to drip, to distill. Okay, distill gradually. It also means prophesy, preach, discourse, ooze, speak in inspiration. അപ്പം പല വാക്കുകളുണ്ട്. It's a broad range of meaning. പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് ആ വാക്കുകൊണ്ട് കഴിയും. So the heavens also dropped. അതിന്റെ അർത്ഥം നഥാഫ് എന്ന ആ പദത്തിന് അർത്ഥമായിട്ട് വരുന്നത് to drop, to drip. ഡ്രിപ്പിംഗ് നമുക്കറിയാം, തുള്ളി തുള്ളിയായിട്ട് എന്ത് ചെയ്യുക, വീഴുക. Distill, the same thing. Distill gradually. It also mean prophesy, preach, discourse, speak in inspiration. അപ്പം ഈ ആരാധന മധ്യത്തിൽ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, the Lord dropped
His prophetic word. Okay? This word drops from heaven. സ്വർഗത്തിൽ നിന്നൊരു ഡ്രോപ്പ്, സ്വർഗത്തിൽ നിന്നൊരു ഡ്രിപ്പിംഗ്, സ്വർഗത്തിൽ നിന്ന് ഗ്രാജുവൽ ഡിസ്റ്റിലിംഗ്. Okay? This is the result of the presence of God. So ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുമ്പോൾ, ആരാധനയിൽ ദൈവ സാന്നിധ്യം, ആളുകളെല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം, during the worship time, God inhabits the praises of his people. തന്റെ ജനത്തിന്റെ സ്തുതി ഉയരാൻ തുടങ്ങുമ്പോൾ, എല്ലാം മറന്ന് ജനം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, hallelujah, the presence of the Lord will manifest as a result of praise. അപ്പം നമ്മുടെ സ്തുതിയുടെ ഫലമായിട്ട്, ഈ ആരാധനയുടെ ഫലമായിട്ട് ദൈവ സാന്നിധ്യം അവിടേക്ക് വരും. Okay, you will see the presence of God is built up there. When the presence of God comes, it causes us to worship. ദൈവ സാന്നിധ്യം വരുമ്പോൾ നമ്മൾ ആരാധിക്കാം. So സ്തുതി തുടങ്ങുമ്പോൾ, just imagine this, when you start praising God, the presence of the Lord begins to come. When the presence of the Lord really comes, we begin to worship God. Worship is actually the response to the presence of God. ദൈവ സാന്നിധ്യത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് ആരാധന. സ്തുതിയിൽ ആരംഭിക്കുക. We begin to praise. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ആരാധന യോഗങ്ങളിൽ ഒക്കെ വരുന്ന സമയത്ത് ആള് പറയും, മക്കളെ ഒരു സ്തുതി, come and start with a praise song എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. Start with a praise song. ചില സമയത്ത് ആളുകൾ എടുക്കുന്ന പാട്ടൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ there's no praise part in it. എന്തൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ആ പാടെങ്കിൽ വെല്ലാടിക്കുന്നു, വരുന്ന ഉടനെ നമ്മൾ പറയും തോൽവി എനിക്ക് പരിക്കുകയില്ല, ഇനി കടക്കാരനാകത്തില്ല, ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ ആദ്യത്തെ പാട്ട് തുടങ്ങുന്നത്. We just sing it at other times. There are nice times to sing it, but your song should be addressing God. ചിലപ്പോൾ നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ വീട്ടിൽ എന്തോ ഒരു ദിവസം പാടിക്കൊണ്ടപ്പോൾ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്, ഒരു അച്ഛൻ്റെ ഒരു പാട്ടുണ്ട്. നല്ല രസമാണ് ആ പാട്ട്, നല്ല ട്യൂണും സന്തോഷവും. പക്ഷെ ആ മുഴുവൻ നോക്കിയിട്ട് അതിനകത്ത് ഇത് ആരുടെ പാടുന്നിടത്തില്ല, അതിനകത്ത് യേശു ഒന്നും അതിനകത്തൊന്നുമില്ല. അത് മുസ്ലിമിനും പാടാം, ഹിന്ദുവിനും പാടാം, ആർക്കും വേണേലും പാടാം, ഒരു കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ജനറിക് സോങ് ആണ്. ജനറിക് സോങ്ങിന്റെ കാര്യമാണ് നമ്മൾ talking about. We are talking about giving praise to God, Yahweh. Okay? So it's very important. Praise to God is very important. So just shout praise to God. കർത്താവിന് സ്തുതി അങ്ങോട്ട് അർപ്പിക്കണം. When the praises go up, the presence of the Lord comes. Just imagine, worship. The Lord inhabits on the praises of it. ആ സ്തുതികളിൽ മേലെ വസിക്കുക. And that presence of God, കർത്താവ് തന്റെ സാന്നിധ്യവുമായി തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് വരിക. Hallelujah. Amen. So we are in the very presence of God. And then we respond in worship. നമ്മൾ ആരാധന, ദൈവ സാന്നിധ്യത്തോട് നമ്മൾ, your response is worship. അവിടെ നമ്മൾ ആരാധിക്കുക. Because you feel the presence of God in that place. Hallelujah. So, very important. These things takes time. So the presence of the Lord will manifest as a result of praise. നമ്മൾ ആരാധിക്കാനായിട്ട് തുടങ്ങും. So at that time, what happens actually, God begins to drop. Nataf എന്ന പദത്തിന്റെ അർത്ഥം, God begins to drop prophetic song into the hearts of the worship. Hallelujah. ദൈവ ആരാധകന്റെ അന്തരാത്മാവിലേക്ക് തമ്പുരാൻ ഡ്രോപ്പ്, അവിടെ വെള്ളം ഒഴിക്കുന്നല്ല പറഞ്ഞു, ബക്കറ്റിൽ ഒഴിക്കുന്നല്ല പറഞ്ഞു. ആ പദത്തിന്റെ അർത്ഥം, he begins to distill, he begins to drop by drop. അവിടെ ദൈവ സാന്നിധ്യം അവന്റെ അകത്തേക്ക് വന്ന് വീഴുക. Singers can sing prophetically. ഇവിടാണ് ആ regular singing become prophetical singing. Hallelujah. As a result of Nataf. കാര്യം തമ്പുരാൻ നമ്മൾ റെഗുലറായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ പാടുന്നു, താഴെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നു. As we are singing, the presence of God showed up, and then we begin to worship.
What happened? God started dropping his presence into our Andaratmavileke Tamburan Karyangal drop cheyanayittu thodangukaya. Hallelujah. They are dropped from, prophetically. This is the songs begin to drop into our hearts. നമ്മുടെ അകത്തേക്ക് ഒരു പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമ്മുടെ അകത്തേക്ക് വീണുകൊണ്ടിരിക്കുക, ആത്മതലത്തിൽ നമ്മൾ പാടാം. They are dropped from heaven. So these songs can drop on anyone in the congregation. അവിടെ നിൽക്കുന്ന ആരുടെ അകത്ത് വേണമെങ്കിലും ആ പാട്ട് വരാനും. It can just drop into your heart. ചുമ്മാ പാട്ട് എഴുതുന്ന കാര്യമല്ല ഞാൻ പറയാം. I'm not talking about writing songs. I'm just talking about ആരാധനയിൽ ദൈവത്തിന്റെ ആ സാന്നിധ്യം അവിടെ നമ്മുടെ അന്തരാത്മാവിലേക്ക് മഴ പെയ്യുന്നത് പോലെ, just a dropping coming from heavens. Hallelujah. So it uses, it's sometimes translated as prophet. Okay? Prophet, pravadanam, to drop, to drip, to distill. Okay? Its uses include rain distilling, dripping from the sky, okay, drip out of someone's mouth, wine dripping from the mountains in paradise. So the word used is വായ്ക്കകത്തുനിന്ന് പയ്യെ ഡ്രിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. Out of his belly shall flow. Just അങ്ങ് ഒഴുക്കാൻ തുടങ്ങിയാണ്. It's just because it is coming from heaven. Dripping is coming from heaven and it is pouring out of your soul. Hallelujah. So the prophet do not speak on their own. They are called to drop the words where and when God demands. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രവാചകനെ കുറിച്ച്. I'm just talking about any person for that matter, not necessarily prophet. Okay? God drops his word upon the prophet. So പ്രവാചകന്റെ അകത്തേക്ക് തമ്പുരാൻ, he drops his word. തന്റെ വചനം ഇവന്റെ അകത്തേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് തമ്പുരാൻ കൊടുക്കുകയാണ്. So strong in the concordance അനുസരിച്ച് the meaning അനുസരിച്ച് it speaks of inspiration. It speaks of inspiration. Just being inspired. So prophet is inspired. Okay? അത് പ്രോഫിറ്റിനെ സംബന്ധിച്ച ഞാൻ പറഞ്ഞത്. So ഈ dropping can cause us to sing inspired songs. നമ്മൾ അവിടെ അറിയാത്ത പാട്ട് പാടുകയും മലയാളത്തിൽ പാടി തുടങ്ങിയതാ, പക്ഷെ ഇപ്പം വേറെ അന്തരാത്മാവിലുള്ള ഒരു പാട്ടായിട്ട് മാറുകയും. Amen. People are singing. ആ ട്യൂണൊക്കെ നടക്കുന്നുണ്ട്, സെയിം ട്യൂണും റിതവും ഒക്കെ ഉണ്ട്, പക്ഷെ it's a different song. I remember as a young person, I used to hear this often in the church. നമ്മളൊരു പാട്ട് പാടി തുടങ്ങുന്നു, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കിന് ആ പാട്ട് പാടുന്ന ആ പാട്ടോട് ബന്ധവുമില്ല. There is nothing, no lyrics are very different. It's really coming from people's heart. Amen. One of the things, most important thing is actually churches must allow God to drop these songs during the worship. Very important. നമ്മൾ പലപ്പോഴും നമ്മുടെ പാട്ടെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് നിർത്തുന്ന പോലെ നമ്മുടെ പാട്ട് നിൽക്കുന്നത്. അടുത്ത പാട്ടിലേക്ക് പോകാൻ സമയമായിരിക്കും. ഒരു ആരാധനയുടെ ഒരു വേർഷിപ്പിലേക്ക് വന്നിട്ട് ആളുകൾ ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് സമയം. 5 പാട്ട് പാടണം നിർബന്ധമില്ല. You just probably need to sing 1 song or 2 songs. But listen to the voice of the Holy Spirit. Listen to the presence of the Holy Spirit. So if there are any of the worshipers listening to me, I'm just telling you, God's people, give people time to worship. ഇല്ല പാട്ട് പാടി you're just finishing a chore. That's all it is. ഒരു പരിപാടി കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. Just wasted that time. ശരിക്കും പറഞ്ഞാൽ just be there in the presence of God. ആളുകൾ ദൈവം നിങ്ങൾ even people who are singing, you also need to ascend in praise. Ascend in praise. Let God begin to drop into the hearts of the people. Let the people sitting there begin to worship God. അവരുടെ അകത്തുനിന്ന് new songs begins to come. Let it come. Let it pour out. ദൈവം ആഗ്രഹിക്കുക സിൻസിയറായിട്ട് തന്നെ സ്നേഹിക്കുന്ന ആളുകളെ, those who sincerely love the Lord really wants to just drop
into their hearts. Hallelujah. Let it come. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് even 1 Thessalonians 5:19 പറയുന്നുണ്ട്, we should not quench the manifestation of the Spirit. ആത്മാവിനെ കെടുക്കരുത്. Do not quench the manifestation of the Spirit. പരിശുദ്ധാത്മാവ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. നമുക്കൊക്കെ ഭയങ്കര നാണക്കേടാ. Don't be afraid. Don't be afraid. പരിശുദ്ധാത്മാവിന് വളരെ സ്വാതന്ത്ര്യമുള്ള സഭയാണ് Pentecostal churches. പക്ഷെ ഇന്ന് നമുക്ക് നാണക്കേടായിട്ട് മാറിയിരിക്കുക. We are ashamed of things. We are ashamed of worshiping. We are ashamed of raising our voice and giving God praise. We think it's not cool. It's pretty sad. I'm just praying that IPC Orlando will not be the same. അടുത്ത ആഴ്ചയിൽ എൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും കാണാം. God will come. ദൈവം വന്നു കഴിഞ്ഞാൽ തമ്പുരാൻ ചെയ്തോളും കാര്യങ്ങൾ. God will thunder. Amen. ശത്രുവിന്റെ മുമ്പിൽ തമ്പുരാൻ ഇടിമുഴക്കും. Just begin to worship. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. God will begin to do wonderful things. Just very recent. I'm not saying this to anything bragging, just to encourage you. Oftentimes as a pastor, most of the time we go to bed very late, like 11:30, 12. ഇതൊക്കെയാണ് മിക്കവാറും നമ്മുടെ ടൈം. Very recently, Shaya really felt in her heart that she needs to get up at 3 o'clock early in the morning, 3:30 early in the morning. And then, I decided to join with her. Doesn't matter. Sometimes it's just 2 hours of sleep. Sometimes it's 3.5 hours of sleep. It's all we get. So 3 o'clock, 3.5, 3 by 3:30, we are up. We are up. But we get up, then go walk around, sit there, and then begin to praise. And I'm just telling you, God, when we begin to praise God, we come through your neighborhood. We come through each of your neighborhood every morning. നിങ്ങളുടെ ഓരോരുത്തർ നെയ്ബർഹുഡിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ വഴിയായി ഞങ്ങൾ വരാറുണ്ട്. We remember you. We come near your house and we pray for you. But I tell you, only by prayer we are going to see God moving some mighty mountains in our midst. I'm just saying, I'm not saying everybody, because some of you have to go to work and things, but I'm just, even if for 15 minutes, 10 minutes, 4 മണിക്കോ 4:30 എപ്പോഴെങ്കിലും എഴുന്നേറ്റ് 10 മിനിറ്റെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേച്ച്, ജസ്റ്റ് ബൈ പ്രൈസ് 15 മിനിറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്തേച്ച് ഒന്ന് കിടന്നുറങ്ങി, ജസ്റ്റ് സ്ലീപ്, നോ പ്രോബ്ലം. 10 minutes. നമ്മളൊരു യുദ്ധത്തിലേക്ക് പോയാലോ ഒക്കത്തുള്ളൂ. And one of the weapons that we need to be using is just praising God. Just praise God. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം തമ്പുരാനായി. Hallelujah. Praise God. God will begin to move. Then I'll give you an example. This morning we were praying. It was almost like 4:45 or 5 o'clock at night. Just my phone rings. Early morning, who is calling? So I picked up my phone. It was a call from Africa. So I said, "Is this pastor?" I said, "Yes, I'm the pastor." I said, "Man, do you know that this is 5 o'clock in the morning?" But I'm not sleeping. I was up actually. But I simply said, "Do you know that it's 5 o'clock?" Yes, but God asked, I felt in my spirit to call you. And I said, "This is more early morning." Say, phone with you. Why did you say that to him? You are up anyway. You could have asked him, I said, "It's early morning, 5 o'clock, so you shouldn't be calling people like that at 5 o'clock. So then we said, "God, I'm sorry if there is somebody that you have talked. I want you to just let this person call back in maybe in few minutes time. Then we'll talk to him." I just in 5 minutes. 5 minutes will I about 2-3 minutes will the phone rang again, and I picked up. He said, "Yes, I know past this morning, but I just called. I had a dream. In my dream, I saw something like Benny Hinn or something." And said, then it says that contact the pastor in Orlando. So I didn't know. So I was looking at it, and I saw your church. I saw the church. I said, "Yes, call the pastor." So this man, he's a pastor actually somewhere in Nigeria. So we had a little conversation. He said, "I just simply called
And I want you to pray for me. I want you to pray for you. His church has got 300 people. He said, I want you to pray. I want to come under your covering. I want to come under your guidance. I want you to be praying for me. I thought, he didn't ask me anything else. He said, would you please pray for me, Pastor? So then I prayed for the person. What I'm just trying to say is that when we begin to pray, God begin to move. God begin to do things. Hallelujah. I'm just saying that maybe it's just hard. For me, it's just that time. That's my most, for me, that's the deep sleep time for me. But just decide to spend some more time as the Lord is leading. I'm just telling people of God, we need to be moving in that direction. നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങൾ സഭയായിട്ട് വിളിക്കുകയാണ്. ആരാധനയ്ക്ക് വന്നേച്ചു നിങ്ങൾ ആരും ഉഴപ്പിയിരിക്കരുത്. ആരാധനയ്ക്ക് പാട്ടിന സമയത്ത് അത്യാവശ്യം എനിക്കറിയാം ചില ആളുകൾക്കൊക്കെ ബാത്റൂമിൽ പോകേണ്ടവരായിട്ട് വർഷിപ്പ് ടൈമിലൊക്കെ എളുപ്പം പോയിച്ച് വന്നിരുന്ന് ആരാധന സമയത്ത് പ്രൈസിങ് ടൈം ജസ്റ്റ് കം ദ വർഷിപ്പ്. അറിയാവുന്ന പാട്ടാണെങ്കിൽ അല്ലെങ്കിലും just join in spirit. You begin to worship and the presence of God. നമ്മുടെ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ things happen. God will thunder his voice. God will thunder in that place. You will see great things happening. You would see deliverance taking place. We will never go back the same. Hallelujah. നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. Even if I feel like, there's sometimes, if I really feel like there's a moving of the Holy Spirit in that place, even if അന്ന് സൺഡേ ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുള്ള ആളൊന്നുമല്ല. Even if it's only 10 minutes, it doesn't matter to me. But I should be convinced that it is a Spirit of God that really moving in that place. Don't be controlled by time. We should be controlled by the Spirit of God. So always remember, it'll take quality time in worship for these songs to be released, to be dropped into your soul. നമ്മുടെ ഈ അകത്തെ സോളിലേക്ക് തമ്പുരാൻ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ it takes time, it takes quality time in worship. ആരാധനയിൽ ക്വാളിറ്റി ടൈമിൽ നമ്മുടെ ഹൃദയം കണക്ട് ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലെ സ്വർഗത്തിൽ would take place, the dropping would take place. Distill gradually. It also means forming, developing a word, like ruminating on food. നമ്മൾ ഫുഡ് ആസ്വദിക്കുന്നത് പോലെ ഫുഡ് വെച്ച് നമ്മൾ വായിൽ ഇങ്ങനെ ആസ്വദിക്കുക. It takes time. നമ്മുടെ ടേസ്റ്റ് ബഡിലൊക്കെ അത് ചെന്ന് കഴിയുമ്പോൾ this is how that you have to really enjoy God, enjoy the presence of God. ആ സമയത്താണ് this dropping taking place, this downloading taking place into our system. Amen. Hallelujah. Sometime what God speaks to you, inspire ചെയ്യുന്ന കാര്യം probably you can go home and write it down. It happens even as you worship God in your home, anywhere, anytime. ഈ ഐഡിയ കിട്ടാൻ ഞാൻ ഒരു കാര്യം പറയാം. ഈ യോബിന്റെ പുസ്തകത്തില് ഇങ്ങനൊരു വാക്യമുണ്ട്. Job 29 verse 22. അവിടെ ഇങ്ങനെ പറയുന്നത്, after I spoke, they did not speak again, and my word dropped upon them. After I spoke, they did not speak again, and my word dropped upon them. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല, എന്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും. ഇറ്റിറ്റു, that word is used there. ഇറ്റിറ്റു വീഴുക. Just the presence of God. ഇറ്റിറ്റു വീഴുന്ന presence of God. ബക്കറ്റിൽ കൊണ്ട് കമത്തുകയല്ല, because you are there in the very presence of God. ഇറ്റിറ്റു വീണുകൊണ്ടിരിക്കുക, distilling slowly into you, dropping slowly into your inner being, and you are experiencing God and his presence. So prophetic worship is a weapon of warfare, because it flows out of the manifest presence of God. So prophetic worship എന്ന് പറഞ്ഞാൽ വിളിക്കുക നമ്മൾ പ്രാവചനികമായ ആരാധന, അതുപോലെയുള്ള എലിവേറ്റഡ് വർഷിപ്പ്, അതൊരു ശക്തമായിട്ടുള്ള ഒരു വെപ്പണാണ് എന്ന് ദൈവമക്കൾ ഓർക്കണം. ഇറ്റ്സ് എ പവർഫുൾ വെപ്പൺ. നിന്റെ ആരാധന ഒരു വെപ്പണാണ്, because it is flowing from the manifest presence of God. Where the Spirit of the Lord, there is liberty.
ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. The high form of spirit-inspired worship brings edification, refreshing, encouragement to the spirit. ആരാധന കഴിഞ്ഞേച്ച് ആരാധനയ്ക്കകത്ത് നമ്മൾ എഡിഫൈ ചെയ്യപ്പെടും, നമ്മൾ റിഫ്രഷ്ഡ് ആകപ്പെടും, നമ്മൾ എൻകറേജ്ഡ് ആകപ്പെടും. ഭവനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ യു ആർ റിഫ്രഷ്ഡ്. അല്ലാതെ പാസ്റ്റർ പ്രസംഗിക്കുന്നതിനകത്ത് എന്തെങ്കിലും കിട്ടി റിഫ്രഷ്ഡ് ആയിട്ട് പോകാൻ മാത്രമേ ഇരിക്കരുത്. അതൊരു പാട്ടെന്നുള്ളൂ. ആരാധനയിൽ നിങ്ങൾ റിഫ്രഷ്ഡ് ആയി ദൈവത്തെ സ്തുതിക്കുന്ന ആ പ്രോസസ്സിൽ നിങ്ങൾ അറിയാതെ ഒരു ഡ്രോപ്പിംഗ് ഫ്രം ഹെവൻ വിൽ കം അപ്പോൺ. അതിനകത്തൊരു റിഫ്രഷ്മെന്റ് നിങ്ങൾക്കുണ്ട്, അതിനകത്തൊരു എഡിഫിക്കേഷൻ ജീവിതത്തിനുണ്ട്. നിങ്ങളെ അലട്ടുന്ന ആ അന്ധകാര ശക്തിയെ, നിങ്ങളെ വിരട്ടുന്ന അന്ധകാര ശക്തിയെ തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, ഇറ്റ്സ് എ വർഷിപ്പ്. നമുക്കറിയാം, പോൾ ആൻഡ് സൈലസ് were in the prison. അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ അവർ സ്തുതിച്ചു. The chains fell, the fetters gotten loose, prison doors were open, foundation shook, because they worshipped Almighty God. Hallelujah. So when the prophetic word of the Lord is released in song, bondages are broken. So നമുക്ക് ആ പാട്ടുകളിലേക്ക് വരിക, ആത്മാവിലേക്ക് വന്നൊരു പാട്ടുണ്ട്, അതിങ്ങ് വരിക. Sometimes you sing that song as in tongues. അത് അന്യഭാഷയിലായിരിക്കാം ഒരുപക്ഷെ പാടുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലായിരിക്കും നിങ്ങൾ പാടുന്നത്. But it is coming. And what happened as a result? Bondages are released. Healing and deliverance can take place. Demonic powers that have been around too long can be dispelled and cut off. നമ്മുടെ ചുറ്റുപാടും പിശാച് നാളുകളായി പഴകിയ, നിനക്ക് എത്ര നാളായിട്ട് ഈ അസുഖമാണെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. How long you been having this infirmity? എന്ന് ചോദിക്കുന്നുണ്ട്. How long you been having this infirmity? When people of God, you begin to worship in the song that is dripped into your system, as you begin to worship, അത് നമ്മൾ പാടാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് അന്നേരം നമ്മൾ ജെയ് പീറ്ററിന്റെ പാട്ടൊന്നും ആയിരിക്കത്തില്ല. അത് ഇറ്റ് ഈസ് പ്രോബബ്ലി സംതിങ് എൽസ് യു ആർ സിംഗിങ് from your heart. I'm not saying nothing about Jay Peter. It is a different song that is coming from your heart. It is spirit given, spirit inspired song coming from your heart. It'll cut off the enemy. It'll dispel the darkness that have been surrounding you for too long. നാളുകളായി ചുറ്റിയിരുന്ന അന്ധകാര ശക്തികൾ പിടിവിട്ടു പോകുന്ന പോലെ അത് സംഭവിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളെ കാര്യം കാണാൻ ഒത്തിരി കരങ്ങൾ ഉയർത്തി ഇരിക്കുന്നവരെന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. Just begin to praise God. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസഭ ഒരു യുദ്ധത്തിന് വേണ്ടി, പോരാട്ടത്തിന് വേണ്ടി, ആത്മീയ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക. നമ്മുടെ ഇടയിൽ കാര്യങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ആളുകളുടെ ഇഷ്യൂസ് മൾട്ടിപ്ലൈ. ആസ് എ പാസ്റ്റർ, I understand the pain. I sometimes say, കർത്താവേ, how long, oh God, how long, oh God. നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വേർഷിപ്പിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. നമ്മൾ സ്തുതിക്കുന്ന ഗിയർ നമ്മൾ വെറുതെ ഇതെല്ലാം നെയിം സേക്ക് ആയിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇറ്റ്സ് എ ടൈം വേസ്റ്റ്. നമുക്ക് എത്ര സമയമുണ്ട്, ഡസന്റ് മാറ്റർ. ഇച്ചിരി സമയമുള്ളെങ്കിൽ ആ ക്വാളിറ്റി ടൈം കർത്താവിന് കൊടുത്തേച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് തരണം. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധിക്കുന്നു. അപ്പനും അമ്മയും ആരാധിക്കുന്ന കാണുമ്പോൾ കുഞ്ഞുങ്ങളും adults and young adults worship. Our children also begin to worship God. They will look at you worshiping, that how serious you are about the presence of God. They will also begin to worship God. Hallelujah. I wanted to just start on something that we will continue it next week. There is something called this. One of the powerful thing the Bible really speaks about. It's called anointing, abhishekam, or they call it even prophetic anointing, and the kind of the prophetic anointing. It's a very powerful weapon, very, very powerful weapon. It really simply refers to that divine empowerment and consecration bestowed upon individuals chosen by God to serve as his prophet. So prophetic anointing is the guy, but there's a general anointing that God has given to every single one of us. Abhishekam nammade thambiran nadirundu.
God has called each of us. God has anointed us for a task. ആ അനോയിന്റിങ് ഉണ്ടെങ്കിലും അനോയിന്റിങ് നമ്മളിലൂടെ റിലീസ് ചെയ്യപ്പെടണം. It needs to come. Okay? So this anointing is what enables us to receive, interpret, proclaim God's message to his people. Okay? It is a spiritual endowment that equips the prophet or equips any person, any believer with authority and ability to speak on behalf of God. ദൈവത്തിന് പകരമായി, ദൈവത്തിനു വേണ്ടി ശക്തിയോടെ ദൈവത്തിന്റെ വചനം അധികാരത്തോടെ സംസാരിക്കുവാൻ നമ്മിൽ പകർന്നിരിക്കുന്ന ഒരു ശക്തി, ഒരു അഭിഷേകം. Hallelujah. Our ability to speak on behalf of God. Okay? Sometimes it probably means God is going to use you to tell, foretell events that are going to happen. Sometimes it comes in the form of giving somebody a guidance. Okay? Sometimes it is that anointing enables you to call somebody into repentance. ചിലരെ അനുതാപത്തിലേക്ക് വിളിക്കുന്ന, ചിലരെ എൻകറേജ് ചെയ്യുന്ന, ചിലരോട് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയുന്ന, ആ ഒരു അഭിഷേകം, that's a powerful weapon. Very, very powerful weapon. When you start from the Old Testament, ഈ prophetic anointing എന്ന് പറയുന്നത്, it was limited to few people in the Old Testament. They were prophets normally. അവരെല്ലാവരും പ്രവാചകന്മാർ, അവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് നമ്മൾ കാണുന്നു, ഇല്ലയോ? Prophets were often anointed, or you would also see ചിലരുടെ മേൽ തൈലം ഒഴിക്കുന്നുണ്ട്. Some people are anointed, which is a symbol of divine appointment. So അവരോട് വേറൊരാളായിരിക്കും പറയുന്നത്, just go. സാമുവേലിനോട് ദൈവം പറഞ്ഞു, go and anoint David. Okay? So it's kind of as a symbol of divine appointment. This acts as Holy Spirit's presence and empowerment. So you would see a lot of these examples in the Old Testament. നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കാണിക്കുന്ന ഒരു ഡിവൈൻ സെലക്ഷൻ, ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അവരെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ തീരുമാനം. It's not because of the decision somebody made. No, it is the decision of God. You are chosen by God. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. So this selection is often accompanied by a personal encounter. Even Isaiahയുടെ കാര്യത്തിലാണെങ്കിൽ പോലും there was that personal call upon Isaiah. So anointing varunundu, but sometimes it is associated with the call of God. Okay, an encounter with God. Anointing also involves Holy Spirit's empowerment. So പരിശുദ്ധാത്മാവിന്റെ ശക്തി, okay, enabling this particular prophet to perform. Okay, തങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്നൊക്കെ പറഞ്ഞത്. The Spirit of the Lord has come upon him. And then there's that boldness to go and stand before any person. So even in the New Testament, you would see Jesus himself was anointed by the Holy Spirit. So യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തതായി നമ്മൾ വായിക്കുന്നത്. At his baptism, you see Holy Spirit descending upon Jesus in the form of a dove. It is marking the beginning of Jesus's ministry. It also speaks about the boldness. It also speaks about the authority. So prophets in those days, they spoke with boldness. Okay, they can challenge kings. നമുക്കറിയാം, ആഹാബിന് മുമ്പിൽ പോയി നിൽക്കുന്നു. They can challenge nations. രാഷ്ട്രങ്ങളെ അവര് ചലഞ്ച് ചെയ്യും. And individuals stay aligned with God. ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ. So that's their proclamation. They are challenging people. King, align ദൈവത്തിന്റെ വാക്കുകൾക്ക്, align to God. Individual, society, align yourself to God. So it's calling people to align
with that's a tremendous authority. It comes as a result of anointing. That boldness really comes. It also speaks about the anointing also brings revelation and insight. നമുക്ക് വെളിപ്പാടും ജ്ഞാനവും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. So prophetic anointing grants insight into God's plan and purposes. Prophets often reveal hidden truths and future events. Okay? നമുക്കറിയാം പല കാര്യങ്ങൾ ഇതെല്ലാം ദാനിയേലിനോട് ദൈവം ആ കഴിവ് ദൈവം അനോയിന്റിങ് കൊടുത്തിട്ടാണ്. ഹി ഈസ് ഇന്റർപ്രറ്റിംഗ് ഡ്രീംസ് ആൻഡ് വിഷൻസ്. നമ്മൾ യു സീ ഇൻ Daniel 2. So he is interpreting what's going to happen. So prophetic anointing takes them to the future. So ഭാവിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. It is also called to repentance. So many things are part of it. So asking people to turn to God. So prophets like Jonah were sent to warn cities like Nineveh. So വരുന്ന ആ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള പ്രവചനമായിട്ട് യോനായെ ദൈവം അയക്കുന്നു, urging people to, and you see the Ninevites turning to the Lord in repentance. So ദൈവം Old Testament prophetsനെ അയച്ചപ്പോൾ അവരുടെ മേൽ ഒരു അഭിഷേകം ദൈവം അയച്ചു. There was an anointing upon the people of God. That was very powerful too in their ministry. So New Testament perspective നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ആ prophetic anointing still continues through apostles and other believers. So അപ്പോസ്തലന്മാരിൽ കൂടെ മറ്റു വിശ്വാസികളിൽ കൂടെ ആ അനോയിന്റിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, പൗലോസ് പറയുന്നുണ്ട് ഈവൻ prophecy is actually given. നമുക്കറിയാം Corinthians 14 പറഞ്ഞു, ഇറ്റ്സ് ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. ആ അനോയിന്റിങ് കിട്ടിയ ആൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ ചർച്ച് ഈസ് എഡിഫൈഡ്. ഓക്കെ, സോ പ്രൊഫറ്റിക് ആക്ടിവിറ്റി ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. ഈവൻ വരുവാൻ പോകുന്ന ഒരു ഫാമിനെ കുറിച്ച് അഗാബസ് എന്ന് പറയുന്ന പ്രൊഫറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ കാണുന്നുണ്ട്. So what's really going to, even what is going to happen to Paul in Jerusalem, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈവൻ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. This is also has to do discerning. So കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. Very important to test and see. നമ്മളോട് പറയുന്നുണ്ട് even people who are who call themselves prophets എന്ന് വിളിക്കുന്ന ആളുകളെ do not treat the prophecies with contempt, but test all things, hold fast to what is good. So തുച്ഛീകരിക്കരുത്, നിങ്ങളത് ശോധന ചെയ്യണം, നല്ലത് മുറുകെ പിടിക്കണം. So just to get an idea. So this is so much should be part of the New Testament church. Okay, so ഈ prophetic anointing എന്ന് പറയുന്നത് കർത്താവിന് തൻ്റെ ഫാമിലിയുമായി, ന്യൂ ടെസ്റ്റമെന്റ് ഫാമിലിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസിന്റെ ഒരു വലിയ ഭാഗമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. Okay, it is serving as a conduit for his voice and will. So ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ശബ്ദവും നമ്മളെ കേൾപ്പിക്കാനുള്ള ഒരു കുഴലാണ്, ഒരു മാധ്യമമാണ്, ഒരു വഴിയാണ്, ഒരു ചാനലാണ്. അത് ദൈവസഭയിൽ ഉണ്ടാകണം. It needs to be heard in the church. Well, you would say yes. When I preach, I'm also telling those who preach God's word, it needs to, you are a prophet, you are speaking prophetic word. What needs to happen is actually we need to really get connected to the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് അത് ഡൗൺലോഡ് ചെയ്യണം. As you spend time struggling with God's word, God begins to speak to your heart, to speak to the people. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും, that which I have received from the Lord I also pass on to you. Amen. So it also underscores the importance of obedience, faithfulness, and the transformative power of God's word delivered through his chosen messengers. So കർത്താവ് തന്റെ ജനത്തെ ഉപയോഗിക്കുക, തന്റെ ദാസന്മാരെ ഉപയോഗിക്കുക, സഹോദരന്മാരെ ഉപയോഗിക്കുക, അഭിഷേകം കൊടുത്തവരെ ഉപയോഗിക്കുക, അവരെ ദൈവം ഒരു ചാനലായിട്ട് ഉപയോഗിക്കുകയാണ്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വില്ല്, ദൈവത്തിന്റെ വോയിസ്, ദൈവത്തിന്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ of God's word is delivered through the chosen messengers of God. എല്ലാവരുടെ മേലും ഒരു അഭിഷേകമുണ്ട്. But you are called to do different things. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അതിലേക്ക് ഒന്ന് ഒരുക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. I just want to close right because some time is really up. I'm just encouraging people. ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും God was speaking to my heart. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചുമ്മാതെ ഒരു ഒഴുക്കൻ സ്തോത്രവും സ്തുതിയും പറയാതിരിക്കാൻ ഇല്ലാതെ, if you don't have, just don't say it, don't pray. You don't mean it from your heart. 1 മിനിറ്റേ ഉള്ളെങ്കിൽ 2 മിനിറ്റേ ഉള്ളെങ്കിൽ let it come from your soul. നമ്മുടെ അകത്ത് നിന്ന്, അന്തരാത്മാവിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്തുതിയായിട്ട് അത് മാറട്ടെ. I'm just encouraging people of God. നമ്മൾ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ചൂടാണെങ്കിൽ നമുക്ക് 2 പാട്ടേലും പാടും, ചൂടാണ്. അതൊക്കെ കൾച്ചറൊക്കെ ഒന്ന് മാറിയിട്ട് അകത്ത് വന്ന് കയറുമ്പോൾ തന്നെ അന്യോന്യം വർത്താനം പറഞ്ഞിരിക്കാതെ നിങ്ങൾ വന്ന് നിങ്ങളെ അവിടോട്ട് പുറകിലല്ലെങ്കിൽ നമ്മളെല്ലാം ഭയങ്കര സ്കാറ്റേഡ് ആയിരിക്കാൻ ഭയങ്കര സന്തോഷമുള്ള ആളുകൾ. ഇപ്പം പിന്നെ ഈ ഫ്ലൂ ഉണ്ടെന്ന് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഫ്ലൂ ഉണ്ടെങ്കിലും ഇല്ലേലും അവിടെ ഇരിക്കത്തുള്ളൂ നമ്മൾ. But just come forward, sit together. 4-5 ആളുകൾ ഒരുമിച്ചിരുന്ന് just sit there. അന്യോന്യം കുശലം പറയാതെ just begin to worship. Just begin to worship and pray. ഒരു പാസ്റ്റ് വരുന്നത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു അന്തരീക്ഷം അവിടെ ഒന്ന് സംജാതമായി തീരട്ടെ. വെളിയിൽ അലഞ്ഞു നടന്ന് നമ്മൾ അതും പറഞ്ഞു നിൽക്കാതെ after the service spend time, ഓടിപ്പോവാതെ വർത്താനൊക്കെ പറ. But just begin to build up that worship. Because നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്നത്തെ ആരാധനയിൽ നിന്റെ സാന്നിധ്യം ഇറങ്ങി വരണം. God, when your presence shows up, people respond in worship. We start with praise and your presence will enthrone on the praises of the people. And we respond in worship. ഞങ്ങൾ ആരാധിക്കും കർത്താവേ. And God will thunder his voice. Hallelujah. ദൈവം തന്റെ ശബ്ദം മുഴക്കും, ദൈവം ഇടി മുഴക്കും. And God will destroy the enemies that's standing against you. നമുക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകളെ തമ്പുരാൻ അഴിക്കും. Praise God. നമ്മൾ ഈ ദിവസങ്ങളിൽ as a church നമ്മുടെ ലിസ്റ്റിൽ ആളുകളുടെ പേര് കൂടി വന്നേച്ച്. I don't know how many more people by the end of the year will be added to the list. We need to get some people off the list. You need to start praying. നിങ്ങൾ ഓരോരുത്തർ, each one of you, take it as a challenge. Then bring these things into the presence of God, like in a fight, like in a battle. And God will thunder his voice. And God will break the enemy. നാളുകളായി ചുറ്റിപ്പറ്റി കിടക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളെ തമ്പുരാൻ കെട്ടഴിച്ചു വിടും. God will cut it loose. Hallelujah. Praise God. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray.